ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് വയനാട് ഒരു റിസോർട്ടിലാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞങ്ങൾ വയനാടത്തിന് വേറെ റിസോർട്ടിൽ വന്നിരുന്നു, ലാപ്പിസ്റ്റ എന്ന് പറഞ്ഞാൽ അല്ലേ. അതിൻ്റെ വീഡിയോ ഒക്കെ ഇതിലുണ്ട്. ഇന്ന് നമ്മൾ വേറെ ഒരു റിസോർട്ടിലേക്ക് വന്നതാണ്. ഇതും വൈത്തിരിയിൽ നിന്ന് ചുണ്ടേൽ എന്ന് പറഞ്ഞ അങ്ങാടിയിൽ നിന്ന് അല്ലേ റെയിലേക്ക് കയറിയിട്ട് അല്ലേ ഒരു 4 കിലോമീറ്ററിൻ്റെ അടുത്ത് കഴിഞ്ഞിട്ട് ഉള്ള റിസോർട്ടാണ്. അപ്പോൾ നമ്മളിവിടെ എത്തി റൂമിലേക്ക് കയറി ഒന്ന് ഫ്രഷായി ഇറങ്ങിയതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് എന്താ പറയുക, ഒരു സത്യം പറഞ്ഞാൽ ഒരു നല്ലൊരു മലേൻ്റെ മുകളിലാണിത്. അത്രക്കും ഭയങ്കര ഹൈറ്റ്, വണ്ടി സ്കില്ലിട്ട് ഫുൾ കുത്തനെ കയറണം അല്ല, നല്ല വൈബുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾക്കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മളിങ്ങനെ റോട്ടുമ്പിലുള്ളത്. ഇതാണ് റിസോർട്ട്. ഈ കാണാനല്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, സ്വിമ്മിംഗ് പൂളടക്കം ഫുള്ളുണ്ട്. വാ, റിസോർട്ടിൻ്റെ പേരൊന്ന് വായിച്ചടാ. സ്നോ ഡ്രോപ്സ്, മഞ്ഞ് തുള്ളികൾ വീഴുക അല്ലോ. ഞങ്ങൾ റൂമിലേക്കൊക്കെ പോയിട്ടോ. ഞങ്ങളെ റൂമിലേക്ക് പോയി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞാനാണ് ഇറങ്ങിയത്. ആദ്യം തന്നെ പൂളോ? പൂള് ഇതാണ്. പൂൾ അത്യാവശ്യം ഈവനിങ് ഏരിയ. ഇവിടെ നല്ല വൃത്തിയിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെയുള്ള ഇതാണ് പൂള്. ചാടന നമുക്ക് വളരെ കാമായിട്ടുള്ള ഏരിയ അല്ലേ. ക്വയറ്റ്. അതായത് ഇതിപ്പോൾ സമയം 3 മണിയാട്ടാ. ഇപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ട് അതെ നമ്മൾ റൂമിൽ കയറിയാലോ. ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ അല്ലേ. ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ റൂം. നമ്മൾ ആദ്യം റിസോർട്ട് ബുക്ക് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഫസ്റ്റ് ഫ്ലോറിൽ റൂം വേണമെന്ന്. അപ്പോൾ ആകെ ഫസ്റ്റ് ഫ്ലോർ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ റൂഫ് ടോപ്പിൽ കുറച്ച് ഏരിയ ഉണ്ട് ഇരിക്കാനൊക്കെ ആയിട്ടല്ല അല്ലേ. റൂമുകൾ 2 തരത്തിലാട്ടോ ഇവിടെ ഉള്ളത്. ഡീലക്സ് റൂമും സൂപ്പർ ഡീലക്സ് റൂമും. ഇതൊരു ഡൈനിങ് ഏരിയയാണ്. ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം അഫോർഡബിൾ ആണ്, ഇവിടുന്ന് തരും. പിന്നെ ലഞ്ച് ഡിന്നർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മെനു ഉണ്ട്, കൊണ്ടുതരും. അങ്ങനെയുള്ളത്. ഇതാണ് നമ്മുടെ റൂം. ഓക്കെ ഓക്കെ സെറ്റ്. ഓക്കെ, ഇത് അധികം വലുപ്പമല്ല കേട്ടോ. ഇത് കാരണം വെച്ചാൽ 2 റൂമാണുള്ളത്, ഡീലക്സ് റൂമും സൂപ്പർ ഡീലക്സ് റൂമും. അപ്പോൾ നമ്മൾ സൂപ്പർ ഡീലക്സ് റൂമല്ല, ഡീലക്സ് റൂം അടുത്തുന്നത്. അപ്പോൾ അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ റൂമിന് നേരെ മുന്നിലാണ് കേട്ടോ സ്വിമ്മിംഗ് പൂൾ ഉള്ളത്. പിന്നെ എന്ന് വെച്ചാൽ ഞാനൊരു മലേൻ്റെ മുകളിലാന്ന് പറഞ്ഞില്ലേ, എക്സാക്ട്ലി ഇതൊരു മലേൻ്റെ മുകളിൽ തന്നെയാണ്. നല്ല ഹൈറ്റിലുള്ളൊരു മൂടി അതേമാതിരി മലയുണ്ട്. അപ്പോൾ നമ്മൾ ഞാനൊരു ബൈക്കിനാണ് വന്നത്. അപ്പോൾ വരുമ്പോൾ നല്ല ഹൈറ്റായിട്ട് ഒരാളെ ഇവിടെ ഇറക്കി നമ്മൾ നടക്കേണ്ടി വന്നു. അത്ര ചാടി ഇറങ്ങി, വണ്ടി ബേക്കിറങ്ങി. അതാണ് സംഭവിച്ചത്. നടന്നു കയറി ഞാൻ ബൈക്കിന് പോകുന്നു. അതിന് കാര്യമില്ല. പിന്നെ ഫുഡ് കഴിച്ചു പോയാ വൈത്തിരി ചുരം കയറിയതിൻ്റെ ശേഷം അല്ലേ. വൈത്തിരി എത്തില്ല, അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഫുഡ് കഴിച്ചു പോന്നു. ഇനിയിപ്പോൾ രാത്രിക്കുള്ള ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യണം. ഇവിടെ മെനു ഉണ്ട്, നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധനം ഇവിടെ എത്തും. ഫുൾ റൂമുകൾ നോൺ AC ആണ്. AC അല്ല, നോൺ AC ആണ്. അതുകൊണ്ട് ഭയങ്കര ബഡ്ജറ്റൊന്നും വരുന്നില്ല. റിസോർട്ടിൽ വളരെ അതെ എന്നും ഇങ്ങനെ റിസോർട്ടിൽ പോകണമെന്നില്ലല്ലോ, എപ്പോഴെങ്കിലും. അതെ അതെ. അപ്പോൾ ചായ എത്തിയിട്ടുണ്ട്, ചായ കുടിക്കുക. ഇവിടെ തുടങ്ങിയോ? കഴിഞ്ഞോ? കട്ടൻ ചായയാണ്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ ലാപ്പിസ്റ്റയിൽ പോയപ്പോൾ അവിടെ കെറ്റിലാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വരുമ്പോൾ തന്നെ വരുമ്പോഴല്ല റൂമൊക്കെ കാണിച്ചു തരുമ്പോൾ നമ്മൾ ചോദിച്ചു കെറ്റിലുണ്ടോയെന്ന്. അപ്പോൾ കെറ്റിൽ ചോദിച്ചപ്പോൾ പറഞ്ഞ് എപ്പോഴും ചായ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പറഞ്ഞു നിങ്ങൾക്ക് വേണ്ട എന്തായാലും വിളിച്ച് പറഞ്ഞാൽ മതിയെന്ന്. ഇതിപ്പോൾ ഞങ്ങൾ വിളിച്ച് പറഞ്ഞല്ലോ കേട്ടോ ഈ ചായ. ഇത് ഇവർ 4 മണിയാകുമ്പോൾ ഇവർ തന്നെ എത്തിച്ചു തന്നാണ്. നല്ല മഴയാണ് പുറത്ത്, ശക്തമായ മഴ. എങ്ങനെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാൻ നിൽക്കുന്നു. അപ്പോൾ
മഴ ഭയങ്കര മഴ ഉണ്ടായിക്കോട്ടെ അല്ലേ. അങ്ങോട്ടേക്കൊക്കെ റൂമുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല ഈവനിങ്ങിന് നല്ല വൈബാണ്. നല്ല വൈബ് പറഞ്ഞാൽ നല്ലൊരു കളറിങ്ങാണ്. അപ്പോൾ ഇപ്പോൾ ഒരു മഴയും കൂടിയും പെയ്തപ്പോൾ നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട് അവിടെയൊക്കെ? ഇത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ. ഇനി ഇമ്പക്ക് ഇവിടേക്ക് ഒന്ന് ഇറങ്ങണേ. ഇവിടെ നിന്നൊരു ഫോട്ടോ. അയ്യോ മഴ പെയ്തടക്ക നല്ലല്ലേ, പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇറങ്ങാന്നല്ലേ. എന്താ പണിയേട്ടാ? നമുക്ക് വേറെ ആവശ്യമില്ല. വൈഫൈ കണ്ടിട്ട് നമ്മൾ തന്നെ ഓർഡർ കൊടുക്കും. ഓക്കെ, ഇയാളെ പോയിരുന്ന സെറ്റാണോ? ഞങ്ങൾ രണ്ടുപേരും കൂടി ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ളൂ വഴി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ളൂ വഴി. ആ അതെ. ഹായ് ചെറിയ ചിൽഡ്രൻ കയ്യിലിട്ട്. എന്താ രസം. ഇതാണ് ഇതിന്റെ പെടലി തോന്നുന്നുണ്ട്. അതൊക്കെ പിടിച്ച് തിരിച്ചാല് അവല്ലേ ഉണ്ട് കേട്ടോ. അതൊക്കെ തിരിയുന്നൊക്കെ കണ്ടാ. ഞങ്ങള് സ്വിമ്മിംഗ് പൂളിൽ പോകാൻ നിൽക്കുന്നു. അപ്പോ അവിടെ കുറച്ച് ഫാമിലീസ് ഒക്കെ ഉണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്നിട്ട് ആണ് പോകുന്നത്. എന്തായാലും ചിൽഡ്രൻ പാർക്കിൽ കയറണ്ടല്ലേ, മോശമല്ലേ അല്ലേ? അപ്പം സ്വിമ്മിംഗ് പൂളിലേക്ക് വന്നതാണ്. നമ്മളിപ്പോ വെള്ളം കാണുമ്പോൾ ഫസ്റ്റ് തന്നെ ചാടാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ മടിച്ച് നിൽക്കൂലേ, ആ മടിയിൽ നിൽക്കാണ് ഇപ്പോ. നല്ലൊരു മഴയും പെയ്തുകൊണ്ട്. പക്ഷെ മഴയൊക്കെ പെയ്തപ്പോ നല്ല ലൈറ്റ് ആയില്ലേ. ലൈറ്റ് മീൻസ് ലൈറ്റ് ഇപ്പൊ നല്ലൊരു ആംബിയൻസ് ഇല്ലേ മറ്റേ. അപ്പൊ നമ്മള് പൂളില് രാത്രി ആയിട്ടോ, കുറെ നേരമായി വന്നിട്ട്. ഒരു മണിക്കൂർ കഴിഞ്ഞില്ലടാ, 1.5 മണിക്കൂറൊക്കെ ആയിട്ടോ വന്നിട്ട്. അവിടെ ഒരു സത്യം പറഞ്ഞാൽ ഇന്ന് ഈ ഇതിൽ ഒരു 3 ഫാമിലി, ഞങ്ങളടക്കം വേറൊരു ഫാമിലി, 2 ഫാമിലി കൂടി 3 ഫാമിലിയാണ്. അപ്പോൾ ഒരു പറഞ്ഞിരുന്നു, അവരും കയറി. ആ ഫുഡ് ഓർഡർ ചെയ്ത് കൽപ്പറ്റയെന്നാണ് വന്നത്. ഫുഡ് നമ്മളത് ഓർഡർ ചെയ്യാണ്. അതായത് ചുണ്ടയിൽ നിന്ന് ഇങ്ങോട്ടൊരു 4 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും. അപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് ഫുഡ് ഒരു നമ്പർ തന്നിരുന്നു, അതിലേക്ക് വിളിച്ച് നമ്മൾ ഓർഡർ ചെയ്യുക. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർക്കൊക്കെ അങ്ങനത്തെ ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. സമയം പോകണ അറിയുന്നില്ലല്ലേ. സത്യം ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴ, ഭയങ്കര മഴ. വൈകുന്നേരം ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ നല്ല കാലാവസ്ഥയൊക്കെ ആയി. നമ്മൾ കയറുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ രാത്രി പൂളിലൊക്കെ ഇറങ്ങി, പൂളിലൊക്കെ ചാടി രാവിലെ ഒരു ചായ ഇട്ടെന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇതാ സ്പേസ്. ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു സ്പേസ് ഈ ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ചെറിയ സ്പേസ് ആണ്. ഫാമിലി ആയിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സ്ഥലമായിരിക്കും അല്ലേ. കേക്ക് വെച്ചിട്ടുണ്ട്. മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെ റൂം അതാ ആ കോർണറിലുള്ള അവിടെയാണ്. അതാ ആ കാണുന്നില്ല. അത്യാവശ്യം ആളായിട്ടോ ഇവിടെ. 3-4 ഫാമിലിയൊക്കെ വന്നവർ അത്യാവശ്യം ആളായിപ്പോൾ. അപ്പം നമ്മളിതിപ്പോൾ ഒന്ന് ചെക്കൗട്ടാണല്ലോ. അപ്പോൾ ഇനി അധികം നേരമില്ല. ഞങ്ങളൊരു 12 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം എന്നാണ് കരുതുന്നത്. 11 മണിയാണ് ചെക്കൗട്ട് ടൈം. പക്ഷേ 12 മണി വരെയൊക്കെ നിൽക്കാം. വാ സ്വന്തം വെള്ളം മേത്ത് കാക്കണത്. അതിൻ്റെ നേരെ ഇങ്ങപ്പുറമാണ് പൂള്. ഡ്രസ്സൊക്കെ നീ നനയ്ക്കാനൊരു മടി. അല്ല ഇങ്ങനത്തെ നനച്ച ഡ്രസ്സില്ലേ, അതന്നെ ഒന്നുകൂടി കാണിച്ചില്ല. അയ്യോ. പിന്നെ എല്ലാ റിസോർട്ടും പോലെ തന്നെ ഇവിടെ അത്യാവശ്യം നല്ല ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട്. എൻജോയ് ചെയ്യാനുള്ള കേരംസ് ഉണ്ട്. കേരംസ് ഇങ്ങനെ കളിച്ചു കൊടുക്കുക. പിന്നെ കേരംസ് സാധാ മറ്റേ ഒറിജിനൽ കളിയിൽ കേട്ടോ, ഞങ്ങളുടെ ആയിട്ടുള്ള കളി. പിന്നെ അങ്ങനെ കുറച്ച് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് ആ ബാക്കിൽ. ഇവിടെ അങ്ങനെ കാണുന്നിടത്തായിട്ട് അത്യാവശ്യം അതും തെറ്റില്ലാത്തൊരു തന്നെ അല്ലേ. ക്യാമ്പ് ഫയറിൻ്റെ വേറെ സെറ്റിങ്സ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയൊക്കെയാണ്. പിന്നെ നമ്മൾ 10,000 ഇവിടെ കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പിന്നെ അതായത് വളരെ സാധാരണക്കാരനൊരായ ഒരു റിസോർട്ട് വന്ന് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഉച്ച കഴിക്കുകയാണ്. ഇനി മറ്റേ ഒറിജിനൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു വിളിക്കും അല്ലേ. ആരുണ്ടാക്കണത്?
നമ്മളെ വിളിച്ചിരുന്നേ, നമ്മളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ലേ, അവരെന്നെ ഉണ്ട്. അവരുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഒരു ചായ കുടിക്കാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പോയി വെക്കാം. ഇവിടെ നമ്മൾ ഇന്നലെ കാണിച്ചിരുന്ന ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്, അതിലേക്കായിരിക്കും. ഇവിടെ അല്ലേ? ആയിരുന്നോ ശരിക്കും ഒട്ടും കറി എന്താടാ നോക്കിയാ? കടലക്കറിയാ? ഒട്ടും കറിയും നല്ല കോമ്പിനേഷനാണ് അല്ലേ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇതാണ് സംഗതി കേട്ടോ. ഏകദേശം ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടോ സമയത്ത്. അപ്പോൾ പൂളിലെത്തും ഒരു കുറച്ചേരം കൂടി പൂളിൽ നിന്നതിൻ്റെ ശേഷം ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു. അത് കണ്ടല്ലോ നമ്മൾ. ഇനി ഇറങ്ങണം. ഇനിയിപ്പോൾ ഈ നനഞ്ഞ ഡ്രസ്സൊക്കെ ഒന്ന് ഉണങ്ങണം. ഉണങ്ങിയപ്പോൾ പക്ഷെ നല്ല വെയിലാണ് കേട്ടോ. ഇപ്പോൾ ഇന്നലത്തെ മഴ വരുന്നത്. ഇപ്പോൾ ഒരു വെയിലാണ്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ മുന്നിലൊക്കെ അത്യാവശ്യം വെയിലുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അവിടെ റൂമിൻ്റെ മുന്നിൽ കേട്ടോ. അപ്പോൾ അവിടെ തോരടാം. ഇങ്ങനെ ചെയ്യണപ്പോൾ അതെല്ലാം അങ്ങനെ വേക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു 2 മണിക്കൂറൊക്കെ ഉണ്ട് നമുക്ക് സമയം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളെ റിസോർട്ട് സ്റ്റേ കഴിഞ്ഞു. നമ്മളിത് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാം അല്ലേ? ഇപ്പോൾ 11 മണിയാണ് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം 12 മണിയായി. വാ ഇറങ്ങല്ലേ? ഓക്കെ. ഓക്കെ. എന്നാൽ ഞാൻ കാർഡ് ഒരു കൊടുക്കണം അല്ലേ? ഇത് നമ്മളെ ഇവിടെ ഉള്ള ആളാണ്. മൂപ്പരത്ത് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? അതിലേക്കുള്ള വീഡിയോ ആണ്. കുഴപ്പമില്ല, നല്ല സർവീസിങ് ആണ് കേട്ടോ. എന്നാ ഞങ്ങൾ ഇറങ്ങി. ആ തിരിച്ചു. ആ ഉണ്ട് ഡീറ്റെയിൽസ്. എന്നായോ ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഈ റിസോർട്ട് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അല്ലേ? അതെ. സ്നോ ഡ്രോപ്പ് അതാണ് പേര്. സ്നോ ഡ്രോപ്പ് വൈത്തിരി അല്ലേ? വൈത്തിരി ചുണ്ടയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും ഇങ്ങോട്ട്. ഉള്ളിലേക്ക്. ഞങ്ങൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.